Hello, assalamu alaikum. Welcome back to Sugarplums. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ ടിക്കയുടെ റെസിപ്പി ആയിട്ടാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മലായി ചിക്കൻ ടിക്കയുടെ റെസിപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അത് കാണാം. സോ കീപ് വാച്ചിങ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടിയോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, പെപ്പർ വേണം, ഗരം മസാല പൗഡർ വേണം, ക്യൂമിൻ സീഡ് പൗഡർ വേണം, അതേപോലെ മുളക് പൊടി. അപ്പോൾ ഇതെല്ലാം പൗഡേഴ്സായിട്ട് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 250 ഗ്രാം ബോൺലെസ് ചിക്കൻ ക്യൂബായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, നല്ല ക്ലീൻ ആക്കിയിട്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിച്ചപ്പും നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ എടുത്ത് വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പെപ്പർ പൗഡറും ഗരം മസാലയും ക്യൂമിൻ സീഡ് പൗഡറും അതേപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 to 1 ടീസ്പൂണോളം നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാകും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ കബാബ് സ്റ്റിക്കിനെ കൊണ്ട് ഓരോ ചിക്കൻ പീസസും അതേപോലെ ക്യാപ്സിക്കും ഓണിയൻസും വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2-3 സ്റ്റിക്കിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ബട്ടറിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 2 സൈഡും ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത മലായി ചിക്കനിലും കുറച്ചൊരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.